ദി ലോർഡ്. കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്നേഹമാണ് ജീവിതത്തിന്റെ നിയമം. മാർപ്പാപ്പ. തിരുവോസ്തി മോഷ്ടിച്ചവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥന ആഹ്വാനം. എസ്.ടി. സന്യാസിനി സമൂഹം ശതാബ്ദി ആഘോഷിച്ചു. ദൈവഹിതമനുസരിച്ച് നാവിനെ നിയന്ത്രിക്കണം. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യും മന്ത്രി മോൻസ് ജോസഫ്. വാർത്തകൾ വിശദമായി. സ്നേഹിക്കാൻ കഴിവുള്ള വിശാലമായ നമ്മുടെ ഹൃദയം ഒരിക്കലും അടച്ചിടരുത് എന്നും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ലോകം കെട്ടിപ്പടുക്കാനുള്ള വഴി നമ്മൾ ഒരുമിച്ച് കണ്ടെത്തണമെന്നും, കാരണം സ്നേഹമാണ് ജീവിതത്തിന്റെ നിയമമെന്നും ലയോ 14 പാപ്പ. മീറ്റിംഗ് ഫോർ ഫ്രണ്ട്ഷിപ്പ് എമംഗ് ദി പീപ്പിൾസിൽ പങ്കെടുക്കാനായി ഓഗസ്റ്റ് 22 ഇറ്റാലിയൻ നഗരമായ റിമിനിയിലെത്തിയതായിരുന്നു പാപ്പ. ലോകത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ശക്തി സ്നേഹമാണ്. ദൈവമക്കൾ എന്ന നിലയിലുള്ള നമ്മുടെ അന്തസ്സ് തിരിച്ചറിയുമ്പോൾ എല്ലാവിധ വൈവിധ്യങ്ങൾക്കും വേർതിരിവുകൾക്കും സംഘർഷങ്ങൾക്കും അപ്പുറം മനുഷ്യരെ അടിസ്ഥാനപരമായി ഒന്നിപ്പിക്കുന്ന കാര്യവുമായി നാം ബന്ധപ്പെടുന്നു. നമുക്ക് പരസ്പരം തിരിച്ചറിയാനും കേൾക്കാനും സൗഹൃദം സ്ഥാപിക്കാനും സാധിക്കും. അതിർത്തികൾക്കും നിർവചനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും എല്ലാം ഉപരിയായി മനുഷ്യരാണ് എപ്പോഴും ഉള്ളത്, പാപ്പ പറഞ്ഞു. 60,000-ഓളം ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. കമ്മ്യൂണിയൻ ആൻഡ് ലിബറേഷൻ എന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഈ വാർഷിക പരിപാടി സംഘടിപ്പിച്ചത്. തിരുവോസ്തി മോഷണവും തിരുവോസ്തി മോഷണ ശ്രമവും വ്യാപകമാകുമ്പോൾ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ പരിഹാര പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനവുമായി മെക്സിക്കോയിലെ സഭ. മെക്സിക്കോയിലെ സാൻ ലൂയിസ് പൊട്ടോസി തലസ്ഥാനത്തിന് വടക്ക് മെക്സിറ്റിക് ഡി കാർമോണയിലുള്ള ചാപ്പലിൽ നിന്ന് വിശുദ്ധ കുർബാന മോഷ്ടിച്ചുകൊണ്ടുപോയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രാർത്ഥന ആഹ്വാനം. ബ്ലാക്ക് മാസ് പോലുള്ള പൈശാചിക ആഭിചാര കർമ്മങ്ങൾക്കായിട്ടാണ് മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന തിരുവോസ്തികൾ ഉപയോഗിക്കുന്നതെന്ന ആശങ്ക വ്യാപകമാണ്. കേരളത്തിൽ തന്നെ പല പള്ളികളിൽ നിന്നും തിരുവോസ്തി മോഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഈ മാസം തന്നെ നടന്നിട്ടുണ്ട്. സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് അഥവാ എസ്.ടി. സന്യാസിനി സമൂഹം ശതാബ്ദി ആഘോഷിച്ചു. ആലുവ തോട്ടുമുഖം എസ്.ടി. ജനറലേറ്റിൽ കൃതജ്ഞതാ ദിവ്യബലി നടന്നു. പൊതുസമ്മേളനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. സിറ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രി റോജി എം ജോൺ, ഡൽഹി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ കൂട്ടോ, വിവിധ രൂപതകളിൽ നിന്നുള്ള മെത്രാൻമാർ, വൈദികർ, വൈദിക സമർപ്പിത സമൂഹങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, അഗതി മന്ദിരങ്ങളുടെ പ്രതിനിധികൾ, അഭ്യുതകാംക്ഷികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ധന്യൻ ഫാദർ വർഗീസ് പയ്യപ്പള്ളി സ്ഥാപിച്ചതാണ് എസ്.ടി. സന്യാസിനി സമൂഹം. ദൈവഹിതമനുസരിച്ച് നാവിനെ നിയന്ത്രിക്കണമെന്നും അധരം കൊണ്ട് ചെയ്യുന്ന തിന്മകളിലെല്ലാം ദൈവത്തിനെതിരായ പാപമാണെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. വചനം ഹൃദയത്തിൽ ഫലമണിയണമെങ്കിൽ ദൈവകൃപ ഉണ്ടാകണം. ചങ്ങനാശ്ശേരിയിൽ നടന്നുവരുന്ന കേരള കത്തോലിക്ക കരിസ്മാറ്റിക് ജൂബിലി ബൈബിൾ കൺവെൻഷനിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമനാലാണ് കൺവെൻഷൻ നയിക്കുന്നത്. ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ DCMS ഭാരവാഹികൾക്ക് അവസരമൊരുക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് DCMS പാലാരൂപത കമ്മിറ്റി മന്ത്രിക്ക് നൽകിയ നിവേദനത്തിലെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ചർച്ചയ്ക്കുള്ള ക്രമീകരണം നടത്തും. പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വികസന കോർപ്പറേഷന് സാമ്പത്തികമായ പ്രവർത്തന ശക്തിക്ക് സംസ്ഥാന സർക്കാർ അവസരമൊരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാലാരൂപത നീതിന്യായ ആചരണത്തോടനുബന്ധിച്ചുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വികാരി ജനറൽ റവറന്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ തോമസ് മേനാച്ചേരി, DCMS സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോസ്കുട്ടി ഇടത്തിനകം, രൂപത ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേ കൊല്ലിത്താനത്ത്, സംസ്ഥാന പ്രസിഡന്റ് ഷിബു ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. സമ്പൽ സമൃദ്ധിയുടെയും കൂട്ടായ്മയുടെയുമായ ഓണം എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുന്നു.